എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് 173ാമത്തെ വീഡിയോ ആണ്. 23ാമത്തെ ഭാഗമാണ്. ഇത് 7ാമത്തെ ടെക്നിക്കാണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പം ഇതുവരെ 6 ടെക്നിക്കുകൾ 6 വീഡിയോ മുഖാന്തരം നമ്മൾ കണ്ടു. ഈ വീഡിയോയിൽ നമ്മൾ കാണാൻ പോകുന്നത് 7ാമത്തെ ടെക്നിക്കാണ്. ഈ ടെക്നിക്കിൻ്റെ പേരെന്തുവാണോ? ദ അഫർമേറ്റീവ് മെത്തേഡ്. ഈ അഫർമേഷൻ എന്ന് വെച്ചാൽ അതായത് യെസ്, അതാണ് അതിനെ ശരിവെക്കുക എന്നുള്ളതാണ് അഫർമേഷൻ എന്ന് പറയുന്നത്. യെസ്, ഞാൻ ഇപ്പോൾ നിങ്ങൾ ആരെങ്കിലും ഒരാൾ എൻ്റെ അടുത്ത് വന്ന് ഇത് പറയുന്നു, ഓക്കെ യെസ് കറക്റ്റ്, നിങ്ങൾ പറയുന്നത് ശരിയാണ്, ഐ അഗ്രി വിത്ത് യു, ഞാൻ നിങ്ങളുടെ പറയുന്നതോട് യോജിക്കുന്നു എന്ന് നമ്മൾ പറയുന്നില്ല, അതാണ് അഫർമേഷൻ. യെസ്, ശരിയാണ് എന്ന് നമ്മൾ പറയുന്നതാണ് അഫർമേഷൻ. അപ്പം ഈ അഫർമേഷൻ ടെക്നിക്ക് എന്ന് പറയുമ്പം ഒരു കാര്യം നമ്മൾ ആലോചിക്കണം. അതായത് ഈ അഫർമേഷൻ എന്ന് പറയുന്നത് എതിനെ സംബന്ധിച്ചതാണെന്ന് വെച്ചാൽ നമ്മളുടെ ഈ സത്യങ്ങളെ എത്ര ദൂരം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളത് വെച്ചായിരിക്കും നമുക്ക് ഈ കാര്യങ്ങൾ അഫേം ചെയ്യാൻ പറ്റുന്നത്. അഫേം ചെയ്യുന്നത് വെച്ചാൽ ശരിവെക്കുക. അപ്പോൾ അത് ഏത് ശരി ഏത് തെറ്റെന്ന് നമുക്കറിയണ്ടേ. ഏത് ശരി ഏത് തെറ്റെന്ന് അറിഞ്ഞാൽ മാത്രമേ ശരിയായിട്ട് ആൾക്കാർ പറയുമ്പം ചെയ്യുമ്പം പ്രവർത്തിക്കുമ്പം ശരി, നിങ്ങൾ വാട്ട് യു ആർ ഡൂയിങ് ഈസ് കറക്റ്റ്, നിങ്ങൾ ചെയ്യുന്നത് ശരിയാണ്, നിങ്ങൾ പറയുന്നത് ശരിയാണ് എന്ന് നമുക്ക് അഫേം ചെയ്യാനൊക്കത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ അഫർമേഷൻ എന്ന് വെച്ചാൽ അതിൻ്റെ മനസ്സിലാകിയല്ലോ. അപ്പം അത് എത്ര ദൂരം ഈ അഫർമേറ്റീവ് മെത്തേഡ്, ഈ ടെക്നിക്ക് നമുക്ക് സാധകമായിട്ട് വരുമെന്ന് വെച്ചാൽ അത് നമ്മളുടെ ഈ സത്യങ്ങളുടെ ഓരോ സത്യങ്ങളെയും എത്ര ദൂരം നമ്മൾ എത്ര ആഴത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ളതിനെ വെച്ചുകൊണ്ടായിരിക്കും ഈ അഫർമേഷൻ ടെക്നിക്ക് നമുക്ക് പോസിറ്റീവ് റിസൾട്ട് തരുന്നത്. ഇതിൽ ഇൻ പ്രേയിങ് യൂസ് നോട്ട് വെയിൻ റെപ്പറ്റീഷൻ എന്ന് തന്നിട്ടുണ്ട്. അതെന്തുവാ? ഇൻ പ്രേയിങ്, അപ്പം നമ്മൾ പ്രാർത്ഥിക്കുമ്പം ഈ റെപ്പറ്റീഷൻ എന്ന് വെച്ചാൽ തിരിച്ച് തിരിച്ച് പറയുന്നത്, ആവർത്തിക്കുന്നത്. ഓക്കെ, യൂസ് നോട്ട് വെയിൻ റെപ്പറ്റീഷൻ. വെയിൻ റെപ്പറ്റീഷൻ എന്ന് വെച്ചാൽ അതിനകത്ത് മനസ്സ് ചെലുത്താതെ വെറുതെ പറയുന്നത്. അത് ഇപ്പോൾ മന്ത്രം ചൊല്ലുന്നു, ഫോർ എക്സാമ്പിൾ മന്ത്രം ചൊല്ലുന്നു, ഓം നമ ശിവായ, ഒരു ദിവസം 1008 പ്രാവശ്യം ഉരുവേറ്റണം. അപ്പോൾ നമ്മൾ ഈ ജപമാല വയ്ക്കുന്നു, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇത് വയ്ക്കുന്നു, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ആരാ ബെല്ലടിച്ചേ? ഇന്ന് പോസ്റ്റ് വരുമോ? അയ്യോ, അടുപ്പിൽ പാല് വെച്ചോ? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. വിസിൽ അടിച്ചോ? കുക്കറിൻ്റെ വിസിൽ ശബ്ദം കേട്ടില്ലല്ലോ? ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ. ഇന്ന് എന്ത് സാരി ഉടുക്കാം? ഇതാണ് തെറ്റായിട്ടുള്ള മന്ത്രം ചൊല്ല്. ഇങ്ങനെ ഒരു മന്ത്രം ചൊല്ലിയിട്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ നമ്മൾ ഓക്കെ സീരിയസ് ആയിട്ട് ഞാൻ മനസ്സിരുത്തി ഞാൻ പറയുവാണ്, 1008 പ്രാവശ്യം ഞാൻ പറയും. മുമ്പേ ശിവൻ്റെ പടമൊക്കെ വെച്ച് നല്ല രുദ്രാക്ഷമാലയൊക്കെ കയ്യിൽ വെച്ചുകൊണ്ട് കണ്ണടച്ച് ശിവനെ ആലോചിച്ച്, അല്ലെങ്കിൽ കണ്ണ് തുറന്ന് ശിവനെ നോക്കിക്കൊണ്ടേ ഓം നമ ശിവായ, ഓം നമ ശിവായ, ഓം നമ ശിവായ പറയുന്നു. കുറച്ച് കഴിയുമ്പോൾ ഉണ്ടല്ലോ വേറൊരു മനസ്സായിരിക്കും അത്. മനസ്സിൻ്റെ ഒരു മനസ്സ് ഓം നമ ശിവായ പറഞ്ഞുകൊണ്ടിരിക്കും, ഇനിയൊരു മനസ്സ് വേറെ എന്തെങ്കിലും ചിന്ത. എന്തോ അടുക്കളയിൽ ഏതോ ശബ്ദം കേൾക്കുന്നല്ലോ, അവരെന്തോ വർത്തമാനം പറയുന്നല്ലോ, എന്താ ഇത്രയും ഉറക്കെ സംസാരിക്കുന്നത്, വഴക്കാണോ, എന്തുവാ അവിടെ സംഭവം നടക്കുന്നേ? നമുക്ക് എണ്ണിക്കാൻ തോന്നുന്നില്ല, എന്നാലും അവിടെ എന്തുവാ ഓം നമ ശിവായ, ഓം നമ ശിവായ, ആരോ ശബ്ദം പറയുന്നല്ലോ. ഇതാണ് നമ്മുടെ കാര്യം. നമ്മുടെ മനസ്സിൻ്റെ ഇരിപ്പ് അങ്ങനെയാണ്. അപ്പോൾ അതാണ് വെയിൻ റെപ്പറ്റീഷൻ. വെയിൻ റെപ്പറ്റീഷൻ എന്ന് വെച്ചാൽ അർത്ഥമില്ലാതെ മനസ്സിൽ ഉരുവിടുന്നത്, അർത്ഥമില്ലാതെ ഒരു മനസ്സുകൊണ്ട് ചൊല്ലിക്കൊണ്ടിരിക്കുക. അത് എനിക്കും പല പ്രാവശ്യം ഇത് സംഭവിച്ചിട്ടുണ്ട്. ഇത് എല്ലാവർക്കും സംഭവിക്കുന്നതാണ്. എന്താ വെച്ചാൽ നമ്മൾ ഇതുവരെ നമ്മളുടെ മനസ്സിനെ കൈകാര്യം ചെയ്യാൻ പഠിച്ചിട്ടില്ല. അപ്പം ഒരു മനസ്സ് ഈ ലളിതാ സഹസ്രനാമം പറയുമ്പോഴേ കയ്യിലിങ്ങനെ പൂ ഇട്ടുകൊണ്ടിരിക്കും, ലളിതാ സഹസ്രനാമം പറഞ്ഞുകൊണ്ടിരിക്കും. ഒരു സമയം വിസിലടിക്കുന്നു, അല്ലെങ്കിൽ ആരാ ബെല്ലടിച്ചേ, അവളെന്താ കരയുന്നേ, ഇവളെന്താ ചിരിക്കുന്നേ, അവരെന്തുവാ സംസാരിക്കുന്നേ,
ഇനിയൊരു മനസ്സ് ഇങ്ങനെയാണ് പോകുന്നത്. അതാണ് വെയിൻ റെപ്പറ്റീഷൻ, അർത്ഥമില്ലാതെ ഉരുവിടുന്നത്. അപ്പം നമ്മൾ പ്രേ ചെയ്യുമ്പം ആ പ്രാർത്ഥനയിൽ മുഴുമനസ്സോടുകൂടി 100% സിൻസിയറിറ്റിയോടുകൂടി ചെയ്യണം. അതാണ് ഈ അഫർമേഷൻ. എല്ലാ മെത്തേഡിലും അങ്ങനെയാണ്. ഇപ്പം നമ്മൾ ശ്വാസം നിരീക്ഷിക്കുന്നു, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നു, നമ്മൾ ഏത് ചെയ്യുന്നോ അതിൽ ഫുൾ കോൺസെൻട്രേഷൻ ചെയ്യണം. പക്ഷേ നമുക്ക് ഈ മനസ്സിനെ കൈകാര്യം ചെയ്യാൻ നേരെ ചൊവ്വേ അറിയാൻ വയ്യാത്ത കൊണ്ടാണ് അതിൽ നമുക്ക് 100% അവയർനെസ് ഇല്ലാത്തത്. അതാണ് ഇങ്ങനെ കണമുണ എന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും. വേറൊരു മനസ്സ് വേറെ എന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. അത് ഈ അഫർമേഷൻ മെത്തേഡിന് മാത്രമല്ല, ഏതിനും, ഒരു ചെറിയ കാര്യം തൊട്ട് വലിയ കാര്യം വരെ നമ്മൾ മനസ്സിരുത്തി പറഞ്ഞാൽ മാത്രമേ അതിന് ഫലമുള്ളൂ, അല്ലെങ്കിൽ അതിന് പ്രയോജനമില്ല. അതാണ് ഇവിടെ പറയുന്നത്. ഇൻ പ്രേയിങ് യൂസ് നോട്ട് വെയിൻ റെപ്പറ്റീഷൻ. അപ്പം ഈ അഫർമേഷനിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് എന്തുവാ? The power of your affirmation lies in the intelligent application of definite and specific positives. എന്ന് വെച്ചാൽ നമ്മൾ എത്ര ദൂരം പോസിറ്റീവായിട്ട് ഉറച്ച് ഒരു കാര്യത്തിനെ നമ്മൾ പ്രാർത്ഥിക്കുന്നോ അതിനേറ്റ പോലെ നമുക്ക് അതിന് ഫലം കിട്ടത്തുള്ളൂ. ഓക്കെ, അതിൽ വേറൊരു കാര്യമുണ്ട്. ഇപ്പം ഇതിൽ എല്ലാത്തിലും ഒരു ഉറച്ച വിശ്വാസം വേണം. ഇപ്പം ഒരു പയ്യൻ ക്ലാസ്സിൽ 3+3 7 എന്ന് എഴുതുന്നു. ഉടനെ ടീച്ചർ പറയുക, അല്ലല്ല 3+3 6 ആണ് എന്ന് പറയുമ്പം ഉടനെ അവൻ അത് 7 മാച്ചിട്ട് 6 എഴുതും. അപ്പം അത് എന്തുകൊണ്ട് ഉടനെ അവന് 7 മാച്ചിട്ട് 6 എഴുതാൻ തോന്നുന്നു എന്ന് വെച്ചാൽ അവനറിയാം അവൻ്റെ മാത്സ് ടീച്ചർ പറയുന്നത് ശരിയായിരിക്കും എന്നുള്ള ഒരു ഉറച്ച വിശ്വാസം അവൻ്റെ ടീച്ചറുടെ പുറത്ത് അവന് ഉണ്ട്. അതുകൊണ്ട് അവൻ ചിന്തിക്കുന്നേ ഇല്ല, വേറൊരു ചിന്ത അവനില്ല. ഓ യെസ് ടീച്ചർ, ഉടനെ 7 മാച്ചിട്ട് അവിടെ 6 ഇടും. അങ്ങനെ ഒരു ഉറച്ച വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഈ അഫർമേഷൻ ടെക്നിക്ക് നമുക്ക് പ്രയോജനപ്പെടുത്തുള്ളൂ. ഓക്കെ, അപ്പം നമ്മൾ പറയുന്ന പ്രാർത്ഥനയുടെ ഓരോ വാക്കിൻ്റെ, ഓരോ ചൊല്ലിൻ്റെയും അർത്ഥം മനസ്സിലാക്കി മനസ്സിരുത്തി പറഞ്ഞാൽ മാത്രമേ ഈ ടെക്നിക്ക് നമുക്ക് ശരിയാവത്തുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പം നമുക്ക് ഹെൽത്തി ആയിട്ടിരിക്കുന്നത് നോർമൽ ലൈഫ്, അൺഹെൽത്തി ആയിട്ട് സിക്കായിട്ടിരിക്കുന്നത് അബ്നോർമലാണ്. പക്ഷേ ഈ ഞാൻ കണ്ടിടത്തോളം ഒട്ടുമൊത്ത ആൾക്കാർക്കും ഫിസിക്കലി അവർ സദാസർവകാലവും സിക്കാണ്, മെൻ്റലിയും സദാസർവകാലവും സിക്കാണ്. ഈ ഫിസിക്കലി സിക്ക്, മെൻ്റലി സിക്ക് എന്നൊക്കെ പറയുന്നതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട്. എപ്പോഴും അയ്യോ എനിക്ക് വയ്യ, എനിക്ക് തലവേദന, എനിക്ക് വയറ്റ് വേദന, എനിക്ക് അവിടെ കല്ല്, ഇവിടെ കല്ല്, അതാണ് ഇതാണ്, സദാസർവകാലവും എന്തെങ്കിലും ഫിസിക്കൽ ഹെൽത്തിനെ കുറിച്ച് നെഗറ്റീവായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കും. അതേപോലെ മെൻ്റലി, എനിക്ക് 10 വർഷത്തിന് മുമ്പേ അവൻ്റെ കൂടെ വഴക്കിട്ടു, അവൾ ഇത് പറഞ്ഞു, എൻ്റെ അമ്മാവിയുടെ മോൾ അത് പറഞ്ഞു, എൻ്റെ അപ്പച്ചിയുടെ മോൻ ഇത് പറഞ്ഞു, അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു. ഒട്ടുമൊത്ത സമയവും ഒട്ടുമൊത്ത ആൾക്കാരും ഈ പാസ്റ്റിനെ കുറിച്ച് ചിന്തിച്ച് നെഗറ്റീവായിട്ട് സംസാരിക്കുക. അത് മൈൻഡിൻ്റെ സിക്നെസ്, ഫിസിക്കൽ സിക്നെസ്, എനിക്ക് അതായി ഇതായി സദാസർവകാലവും. അപ്പം ഇവരൊക്കെ ലീഡ് ചെയ്യുന്ന ലൈഫ് എങ്ങനെയാണ്? ഇവർ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് ഏത് ലൈഫാണ്? നോർമലാണോ അബ്നോർമലാണോ? അബ്നോർമലാണ്. ഇപ്പം നമ്മൾ ഹെൽത്തി ആയിട്ടിരിക്കേണ്ടത് നമ്മളുടെ ബർത്ത് റൈറ്റാണ്. നമ്മളെല്ലാവരെയും ദൈവം ഹെൽത്തി ആയിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഹെൽത്തി ആയിട്ട് ഉണ്ടാക്കിയാണ് ഇവിടെ വിട്ടിരിക്കുന്നത് ഈ ഭൂമിയിൽ. ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തിരിച്ചു വാ എന്ന് പറഞ്ഞ്. പക്ഷേ ആ ഹെൽത്തി ജീവിതം ആർക്കും ജീവിക്കാനുള്ള ഇഷ്ടമില്ല. ആ ഹെൽത്തി ആയിട്ടുള്ള ജീവിതം ജീവിക്കുന്നത് നമ്മളുടെ റൈറ്റാണ്, നമ്മളുടെ അധികാരമാണ് എന്നുള്ളത് ആരുമേ വിചാരിക്കുന്നില്ല.
അവർ സദാ സർവ്വകാലവും ഇങ്ങനെ അവരെ കുറിച്ച് കുറ്റം പറയുക, മറ്റവരെ കുറിച്ച് കുറ്റം പറയുക, അവരുടെ ദേഹത്തിൻ്റെ കുറിച്ച് ആപ്പാത്തലും കംപ്ലൈൻറ്റും ഇങ്ങനെയൊക്കെയാണ് ആൾക്കാർ സദാ സർവ്വകാലവും ജീവിക്കുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യുമ്പം നമുക്ക് ഈ അഫർമേഷൻ മെത്തേഡ് പോസിറ്റീവായിട്ട് കൊണ്ടുവരുന്നത് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ടുള്ള ചിന്തകൾ വേണം. നല്ല ജീവിതത്തിൻ്റെ സത്യാവസ്ഥ നല്ലപോലെ മനസ്സിലാക്കിയെടുക്കണം. അതിന് പിന്നെ നമുക്ക് ഏതൊന്നും അഫേം ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് ഇൻ്റലിജൻറ്റ് ബുദ്ധിയോടെ ഉള്ള സ്ഥലത്ത് ഇഗ്നറൻസാണ്, അറിവില്ല. ഹെൽത്തി ആയിട്ടുള്ള സ്ഥലത്ത് ഡിസീസാണ്, അസുഖമാണ്. അസുഖമില്ല, ഹെൽത്തി ആയിട്ട് ഇരിക്കേണ്ട സ്ഥലത്ത് അസുഖങ്ങളാണ്. നല്ല റിച്ചായിട്ട് ഇരിക്കേണ്ട ജീവിതത്തിൽ എല്ലാം കടവും പോരായ്മയും ഇല്ലായ്മയും EMI അടയ്ക്കാതെ വരുന്നതും അങ്ങനെയൊക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ, അതായത് ഹാർമോണിയസ് ലൈഫ്, അതായത് ഈ പ്രകൃതിയോട് ചേർന്ന ഒരു ജീവിതമാണ് നമ്മൾ ജീവിക്കേണ്ടത്. പക്ഷേ നമ്മൾ പ്രകൃതിയിൽ നിന്ന് വിട്ട് വിലകി എവിടെയോ പോയി. അപ്പം എല്ലാം താറുമാറായിട്ട് തലകീഴായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ആ ജീവിതമാണ് നമ്മൾ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഉള്ളവർക്ക് ഈ അഫർമേറ്റീവ് മെത്തേഡ് പോസിറ്റീവ് ആകുമെന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. അപ്പോൾ അഫർമേറ്റീവ് മെത്തേഡ് വർക്ക് ചെയ്യും എപ്പോൾ നമ്മൾ ജീവിക്കേണ്ട രീതിയിൽ ജീവിച്ച് ലൈഫിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തിട്ട് നമ്മൾ ഈ അഫർമേഷൻ മെത്തേഡിലോട്ട് പോകുമ്പം നമുക്ക് മണിയായിട്ട് നമുക്ക് റിസൾട്ട് കിട്ടും. ഓക്കെ, അതായത് ഇതിലെന്തുവാന്ന് പറഞ്ഞു വെച്ചാൽ, ഇതിൽ ഓത്തർ എന്ന് പറഞ്ഞാൽ ഈ ബുക്ക് എഴുതിയ ഡോക്ടർ ജോസഫ് മർഫി, അദ്ദേഹം ഈ അഫർമേറ്റീവ് മെത്തേഡ് യൂസ് ചെയ്തു. ഓക്കെ, യൂസ് ചെയ്ത് അതിന് പോസിറ്റീവ് റിസൾട്ട് കിട്ടി. അതിൻ്റെ റിസൾട്ട് എന്തുവാന്ന് നോക്കാം. അതായത് അദ്ദേഹത്തിൻ്റെ സ്വന്തം സിസ്റ്റർ, ഇവിടെ ഇംഗ്ലീഷിൽ സിസ്റ്റർ എന്നേ എഴുതിയിട്ടുള്ളൂ, ഹിസ് സിസ്റ്റർ ബൈ ദ ഓത്തർ ആൻഡ് ഫോർ ഹിസ് സിസ്റ്റർ. അപ്പം അത് ചേച്ചിയായിരിക്കാം, അനിയത്തിയായിരിക്കാം, ആരെങ്കിലും ആവട്ടെ. അപ്പം അവർക്ക് ഈ പിത്തം ചേരുന്ന ഒരു ചെറിയ ഗാൾ ബ്ലാഡർ ഉണ്ട്, പിത്തപ്പൈയിൽ കല്ലുണ്ടെന്ന് കണ്ടുപിടിച്ചു. എക്സ്റേയിൽ അത് കൺഫേമായി. പക്ഷേ അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ, ഡോക്ടർ ജോസഫ് മർഫിയുടെ സിസ്റ്റർ താമസിക്കുന്നത് വേറൊരു സ്ഥലത്താണ്. 6500 മൈൽ ദൂരെയാണ് സിസ്റ്റർ താമസിക്കുന്നത്. എന്നാലും ഇദ്ദേഹത്തിന് ഇത് കേട്ടപ്പോഴത്തേക്ക് ഒരു പ്രയാസം, ഇങ്ങനെ ഗാൾ ബ്ലാഡറിൽ ഒരു സ്റ്റോൺ വന്നിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം ഈ അഫർമേഷൻ മെത്തേഡ് നോക്കി. അതിൽ എന്തുവാ ചെയ്യുന്നത് വെച്ചാൽ, ഐ അഫേംഡ് ആസ് ഫോളോസ്. ചോദിക്കുന്നതല്ല, എനിക്ക് അതുതാ അങ്ങനെതാ, ഇതല്ല. ഐ അഫേംഡ് എന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചുറച്ച് വിശ്വസിച്ചു. അദ്ദേഹം എന്തോ പറയുന്നത് വെച്ചാൽ, ദിസ് പ്രെയർ ഈസ് ഫോർ മൈ സിസ്റ്റർ കാത്തറിൻ. സിസ്റ്ററുടെ പേര് കാത്തറിൻ. അപ്പം ഈ പ്രെയർ ഞാൻ ചെയ്യുന്നത് എൻ്റെ അനിയത്തിയോ ചേച്ചിയോ എൻ്റെ സിസ്റ്റർ കാത്തറിന് വേണ്ടിയാണ്. അപ്പം അവർ നല്ല ഇപ്പം റിലാക്സ്ഡ് ആയിട്ടുണ്ട്, മനസമാധാനമുണ്ട്, നല്ല ബാലൻസ്ഡ് ലൈഫാണ് ജീവിക്കുന്നത്. അവൾ വളരെ കാമാണ്. അവരുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ ഭയങ്കര അവളുടെ ഉപബോധ മനസ്സിൻ്റെ ഹീലിംഗ് കപ്പാസിറ്റി ഭയങ്കരമാണ്. അപ്പോൾ അവളുടെ ആ ഉപബോധ മനസ്സാണല്ലോ അവളുടെ ഈ ദേഹത്തിൻ്റെ ഈ ഷേപ്പും രൂപവും എല്ലാം ഉണ്ടാക്കിയത്. അപ്പോൾ അതേ സബ് കോൺഷ്യസ് മൈൻഡിന് അത് എന്തെങ്കിലും അവിടെ ഏതെങ്കിലും വേണ്ടാത്ത ഒരു അസുഖം പോലെ എന്തെങ്കിലും വന്നാൽ അതിനെ റിപ്പയർ ചെയ്യാനുള്ള ശക്തിയും ആ ഹീലിംഗ് പവറും അവളുടെ ഉപബോധ മനസ്സിന് ഉണ്ട്. അത് എനിക്ക് 100% എനിക്ക് അറിയാം, അത് സത്യമാണ്. അപ്പം എൻ്റെ സിസ്റ്റർ നേരെയാകും, അവൾക്ക് ശരിയാകും, അവളെല്ലാം നേരെയാകും. അപ്പം ഷീ ഈസ് നൗ ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ്. ഇപ്പം അവൾ ഓപ്പൺ എന്ന് വെച്ചാൽ അതായത് വെളിയിൽ നിന്ന് വരുന്ന അനുഗ്രഹത്തിനെ വാങ്ങിക്കാൻ അവൾ തയ്യാറാണ്. ഓപ്പൺ ആൻഡ് റിസെപ്റ്റീവ് എന്ന് വെച്ചാൽ സ്വീകരിക്കാൻ തയ്യാറാണ്. അപ്പോൾ എന്തോ സ്വീകരിക്കുന്നു? ഹീലിംഗ് കറൻസ് വിച്ച് ആർ ഫ്ലോയിങ് ത്രൂ ഹെർ ലൈക്ക് എ റിവർ റെസ്റ്റോറിങ് ഹെർ ടു പെർഫെക്റ്റ് ഹെൽത്ത്. അതായത് ഹീലിംഗ്
കപ്പാസിറ്റി, അതായത് അവൾക്ക് ഹീലിംഗ് പവർ അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിലുണ്ട്, പ്രപഞ്ചത്തിലുണ്ട്. അപ്പോൾ അതങ്ങനെ ഹീലിംഗ് പവർ അവളെ നോക്കി ഇങ്ങനെ ആറ്റിലുള്ള വെള്ളം പോലെ അവളെ നോക്കി ഇങ്ങനെ പാഞ്ഞു വരുന്നു. അതിൽ അവളുടെ ഹെൽത്ത് നന്നായിട്ട് ഇമ്പ്രൂവ് ആകുന്നുണ്ട്. അവൾ നല്ല ഹെൽത്തി ആയിട്ട് ഇപ്പം ജീവിക്കുന്നുണ്ട്. അപ്പം ആൻഡ് ഇറ്റ് ഈസ് സോ, ഇത് നേരത്തെ ഒരു പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, ഇത് അണ്ടർലൈൻ ചെയ്ത് വെച്ചോളൂ. ആൻഡ് ഇറ്റ് ഈസ് സോ എന്ന് പറഞ്ഞ് പ്രാർത്ഥനയെ നിർത്തി. ഫുൾ പ്രാർത്ഥന, ഒരു വലിയ പാരഗ്രാഫാണ് ഈ പ്രാർത്ഥനയെ അദ്ദേഹം എഴുതിയിരിക്കുന്നത്. അതിൻ്റെ രത്നച്ചുരുക്കമാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നോ, ഒരു ദിവസം പല പ്രാവശ്യം പറഞ്ഞിട്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ സിസ്റ്റർ എക്സ്റേ എടുക്കാൻ പോയി. വീണ്ടും എക്സ്റേ എടുത്തപ്പം അതിനകത്ത് ഒരു കല്ലുമില്ല, ഒന്നുമില്ല. എക്സ്റേയിൽ നെഗറ്റീവ് റിസൾട്ടാണ് വന്നത്. അതായത് കല്ലെല്ലാം മാഞ്ഞുപോയി. 6500 മൈലിന് അപ്പാലുള്ള ഒരു സിസ്റ്റർക്ക് വേണ്ടി ഇദ്ദേഹം ഇവിടെ അഫർമേറ്റീവ് മെത്തേഡ് ചെയ്താണ് സിസ്റ്ററിൻ്റെ കല്ലിനെ അലിച്ച് കളഞ്ഞത്. അപ്പം ആലോചിച്ച് നോക്കി, മെത്തേഡിൽ കുഴപ്പമൊന്നുമില്ല, മെത്തേഡ് പ്രയാസമുള്ള മെത്തേഡൊന്നുമില്ല. ഇതുപോലെ പ്രാർത്ഥിക്കാൻ എന്തോ നമുക്ക് പ്രയാസം? നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാം, നമുക്ക് വേണ്ടപ്പെട്ടവരെല്ലാവർക്കും പ്രാർത്ഥിക്കാം, ലോകക്ഷേമത്തിന് വേണ്ടി പ്രാർത്ഥിക്കാം, ഒരു കുഴപ്പമില്ല. പക്ഷേ ഏത് സത്യം, ഏത് നമ്മളുടെ രീതി എന്നുള്ളത് അറിഞ്ഞ് നമ്മൾ ചെയ്താൽ അതാണ് അഫർമേഷൻ. ഇതണ്ട, ടു അഫേം ഈസ് ടു സ്റ്റേറ്റ് ദാറ്റ് ഇറ്റ് ഈസ് സോ. ഇറ്റ് ഈസ് സോ, ഈ പ്രാർത്ഥനയ്ക്കൊക്കെ ഒടുക്കം ഇറ്റ് ഈസ് സോ, ഇറ്റ് ഈസ് സോ എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്ന് വെച്ചാൽ, ഇറ്റ് ഈസ് സോ എന്ന് പറഞ്ഞാൽ എന്തുവാന്ന് വെച്ചാൽ, ഈ എക്സ്റേയിൽ പോസിറ്റീവായിട്ട് വന്നാലും ശരി, നെഗറ്റീവ് ആണെങ്കിലും ശരി, അതായത് ഏത് നെഗറ്റീവാണെങ്കിലും യു വിൽ റിസീവ് എൻ ആൻസർ ടു യുവർ പ്രെയർ. അതായത് നെഗറ്റീവായിട്ട് സംഭവിക്കാനുള്ള സാധ്യതകൾ കൂടിയായിരുന്നാലും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട. ആൻഡ് ഇറ്റ് ഈസ് സോ. അവളുടെ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ ഹീലിംഗ് കപ്പാസിറ്റി ഭയങ്കരമാണ്. ആ ഹീലിംഗ് പവർ വെച്ച് അവളുടെ ദേഹത്തിനെ അവളുടെ സബ് കോൺഷ്യസ് മൈൻഡ് ഹീൽ ചെയ്യും എന്നൊരു ഉറച്ച വിശ്വാസത്തിൽ അഫേം ചെയ്താൽ, ആൻഡ് ഇറ്റ് ഈസ് സോ എന്ന് വെച്ചാൽ അത് തന്നെയാണ് നടക്കാൻ പോകുന്നത്, അങ്ങനെ തന്നെയാണ് എന്ന് അടിച്ചുറച്ച് പറയണം, അടിച്ചുറച്ച് പറയാൻ പറ്റണം. അതാണ് അഫർമേഷൻ മെത്തേഡ്. ഓക്കെ, അങ്ങനെ പറഞ്ഞാൽ സുഖമായിട്ട് 2 ആഴ്ചയിൽ അവർക്ക് ആൻസർ കിട്ടി. നെഗറ്റീവ് ആൻസറാണ് കിട്ടിയത്, കല്ലുമില്ല, ഒന്നുമില്ല. അപ്പം ഇതൊക്കെ വളരെ പവർഫുൾ മെത്തേഡ്സാണ്. അതാണ് ഈ അഫർമേഷൻ മെത്തേഡിൽ പറയുന്നത്. അപ്പം ഈസ് ടു സ്റ്റേ ദറ്റ് ഇറ്റ് നമുക്ക് ഈ നെഗറ്റീവ് എവിഡൻസ് ഒക്കെ ഉണ്ടെങ്കിലും, നെഗറ്റീവ് എവിഡൻസ് എന്ന് വെച്ചാൽ ഇപ്പം ഇത് നടക്കാനേ പോകുന്നില്ല, ഇത് ക്യൂർ ആകാനേ പോകുന്നില്ല, ഇമ്പോസിബിൾ എന്നൊക്കെ പറയുന്ന സ്ഥലത്ത് പോലും നമുക്ക് നമ്മളുടെ പ്രാർത്ഥന അഫർമേറ്റീവ് മെത്തേഡ് മുഖാന്തരം നമുക്ക് പോസിറ്റീവ് റിസൾട്ട് വരുത്താം. പക്ഷേ നമ്മൾ അതിൽ അത്രയും അടിച്ചുറച്ച് ഒരു തീരുമാനത്തിൽ ഉറച്ചിരിക്കണം. അപ്പോഴേ ഈ ജീവിതത്തിൻ്റെ അവസ്ഥ എന്തുവാണെന്നറിഞ്ഞ് അതിനെ കയറി നമ്മൾ പിടിച്ചാൽ നമുക്ക് തീർച്ചയായിട്ടും നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് ഈ അഫർമേഷൻ മെത്തേഡ് വഴി പ്രാർത്ഥിക്കുമ്പം നമുക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടും. അതാണ്. അപ്പം സ്വന്തം സിസ്റ്ററുടെ കാര്യമാണ് അദ്ദേഹം എഴുതിയിരിക്കുന്നത്. നേരത്തെ അദ്ദേഹത്തിൻ്റെ സ്കിൻ മാലിഗ്നൻസിയെക്കുറിച്ചാണ് എഴുതിയത്. അത് ഇങ്ങനത്തെ ഹീലിംഗ് മെത്തേഡിൽ മാറ്റി ഇപ്പം സ്വന്തം സിസ്റ്റർക്കും മാറ്റുന്നു. അപ്പം ഇതൊക്കെ നടക്കാനുള്ള സാധ്യത നമുക്കും 100% ഉണ്ട്. ആ ഒരു ഉറച്ച വിശ്വാസത്തിൽ നല്ല ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടെ നമ്മൾ ചെയ്താൽ ഇത് നല്ല ഒരു മെത്തേഡാണ്. അപ്പം ഈ അഫർമേഷൻ മെത്തേഡൊക്കെ എല്ലാവർക്കും ഞാൻ പറഞ്ഞത് മനസ്സിലായിരിക്കുമെന്ന് വിചാരിക്കുന്നു. ഈ മെത്തേഡ് നമുക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം. പിന്നെ ഇന്ന് ഒരു പുതിയ വർഷത്തിൻ്റെ തുടക്കമാണ്, ജനുവരി 1. അപ്പം ഈ 2025 എന്നുള്ള വർഷം നമുക്ക് എല്ലാ രീതിയിലും
പോസിറ്റീവായിട്ട് അഫർമേറ്റീവായിട്ട് ഇരിക്കട്ടെ എന്ന് ഞാൻ ദൈവത്തിനോട് പ്രാർത്ഥിക്കുന്നു.